പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ 5 മണി കഴിഞ്ഞപ്പോൾ തുടങ്ങി ഈ 1.5 മണിക്കൂർ കർത്താവിൻ്റെ സ്നേഹം നമ്മൾ ആസ്വദിക്കുകയായിരുന്നു. ആ ഒരു സമാധാനം നമുക്ക് വേറെ ഒന്നും ഓർക്കാനില്ലായിരുന്നു. നമ്മൾ കൃതജ്ഞതാ പ്രാർത്ഥന, നമ്മൾ ഈ പറുസ്യ മിനിസ്ട്രീസിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് 1 വർഷമായതിൻ്റെ ഒരു കൃതജ്ഞത, ആ ഒരു സ്തോത്രം നമ്മൾ ഇതിൽ കൂടുതൽ എങ്ങനെയാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്? അത്രയ്ക്ക് അനുഗ്രഹീതമായൊരു സഹായമാണ് കർത്താവ് നമുക്ക് വേണ്ടി ഇവിടെ തുറന്നു തന്നിരിക്കുന്നത്. പറൂസ്യ ഒരു ഗ്രീക്ക് വേർഡാണ്. അതിൻ്റെ മീനിങ് നമ്മൾ സെർച്ച് ചെയ്യുക അതിൽ പ്രസൻസ്, അല്ലെങ്കിൽ പ്രസൻസ് ജസ്റ്റ് ആഫ്റ്റർ ദി ആബ്സെൻസ്, അല്ലെങ്കിൽ സെക്കൻഡ് കമ്മിങ്. പ്രിസൈസ് ആയിട്ടുള്ള അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സെക്കൻഡ് കമ്മിങ് ഓഫ് യഹോശുവ മെസ്സയ്യ, നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ 2ാം വരവെന്നാണ് അർത്ഥം. നമ്മളെല്ലാവരും ഒരു ക്രിസ്ത്യാനി, ഒരു ക്രിസ്തു അനുയായി എന്ന നിലയിൽ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന അതാണ്. നമ്മുടെ പ്രതീക്ഷ അതാണ്. നമ്മുടെ കർത്താവ്, നമ്മുടെ അപ്പൻ വീണ്ടും വരും. വീണ്ടും വരുമ്പോൾ അവൻ്റെ വലത് കരം പിടിച്ച് അവൻ്റെ കൂടെ കയറി പോകാനായിട്ടുള്ളൊരു കാത്തിരിപ്പാണ് നമ്മളെല്ലാം നടത്തുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ പ്രത്യാശ അതാണ്. പറുസ്യ മിനിസ്ട്രീസ്, അതിൻ്റെ കീഴിലുള്ള പറുസ്യ ബൈബിൾ സ്റ്റഡീസ് സെൻറ്റർ, ഇതൊരു എൻഡ് ടൈം മിനിസ്ട്രിയാണ്. പ്രിപ്പയറിംഗ് ഫോർ ദ എൻഡ് ടൈംസ് ആൻഡ് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് യഹോശുവ മെസ്സയ്യ. ഇതിൻ്റെ മോട്ടോ എന്ന് പറഞ്ഞാൽ അന്ത്യകാലത്തിനും യേശുവിൻ്റെ 2ാം വരവിനും തയ്യാറെടുക്കുവാൻ പ്രാപ്തരാകുക, മറ്റുള്ളവരെ പ്രാപ്തരാക്കുക. നമ്മൾ മാത്രം രക്ഷിക്കപ്പെട്ടാൽ, നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ, രക്ഷയിലേക്ക് വന്നാൽ പോരാ. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, അയൽക്കാർ, നമ്മുടെ ദേശത്തിലെ ഓരോ മക്കളും സത്യദൈവത്തെ അറിഞ്ഞ ആ രക്ഷയെ പ്രാപിക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്. ഒരു സ്നേഹത്തിലും സമാധാനത്തിലും സാഹോദര്യത്തോടെ എല്ലാവർക്കും സുവിശേഷം പ്രബോധിപ്പിക്കുകയും ദൈവവചനം പഠിപ്പിക്കുകയും, അതാണ് ഈ ബൈബിൾ സ്റ്റഡി സെൻ്ററിൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ ഇത് നമ്മുടെ ഒരു തലമുറയുടെ ആത്മീയവും നൈതികവുമായ ഒരു മുന്നേറ്റത്തിനും ഇന്നത്തെ തലമുറയെ കൈപിടിച്ച് യേശുവിനെ അവരെ അറിയിച്ചു കൊടുത്ത് ആത്മാവിൽ അവരെ ഉണർത്തുക. ഇതിൻ്റെ നമ്മുടെ ആ മിനിസ്ട്രിയുടെ ഒരു ഒബ്ജക്റ്റീവ് അതാണ്. എല്ലാവരും സത്യം അറിയുക. യേശുവാണ് ഏക രക്ഷകൻ. ആ നാമത്തിന് മേലായിട്ട് വേറൊരു നാമവുമില്ല. ആ നാമത്തിലൂടെ മാത്രമേ നമുക്ക് രക്ഷയിലേക്ക് കടക്കുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും പല പല എക്സ്പീരിയൻസ് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. യേശുവിനെ അറിയാൻ കഴിഞ്ഞ എക്സ്പീരിയൻസുകൾ. നമുക്ക് നന്ദി പറയാം അതിന്. ദൈവം നമ്മളെ അതിന് പ്രാപ്തരാക്കി. നമ്മുടെ കർത്താവിനെ അറിയാനായിട്ട്, അനുഭവിക്കാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കിയതിന് ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഇവിടെ ഈ സെൻറ്ററിൽ നമ്മൾ ബൈബിൾ പഠിപ്പിക്കുക എന്നൊരു ഉദ്ദേശ ലക്ഷ്യമാണുള്ളത്. അതിൽ ഫ്രീക്വൻ്റ്ലി അതിൻ്റെ സ്കോളേഴ്സ് ബൈബിൾ പഠിപ്പിച്ച് ആ ഒരു പ്രാവീണ്യമുള്ള ആളുകൾ ഇടയ്ക്ക് വന്ന് പഠിപ്പിക്കാറുണ്ട്. അതിനേക്കാൾ ഉപരി നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ ദേശത്തുള്ള ബൈബിൾ വചനം അറിഞ്ഞ് അതിൽ പ്രാവീണ്യമുള്ള സഹോദരങ്ങൾ പഠിപ്പിക്കാറുണ്ട്. പരസ്പരം നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് എടുത്ത് പഠിച്ച് അത് ഓരോരുത്തരും വിശകലനം ചെയ്യാറുണ്ട്. എല്ലാവരും വചനം പറയുക എന്നുള്ളതാണ് ഈ മിനിസ്ട്രിയുടെ ഒരു ലക്ഷ്യം. നമ്മൾ വെറുതെ ഇങ്ങനെ എപ്പോഴും വന്നിരുന്ന് വചനം കേട്ടിട്ട് വെറുതെ പോകാനുള്ളവരല്ല. നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ നമ്മൾ ഉള്ളിൽ നമ്മൾ പ്രവൃത്തി ചെയ്തുകൊണ്ട് എല്ലാവരും വചനത്തിൽ ബലപ്പെട്ട് എല്ലാവരും മറ്റുള്ളവരെ സുവിശേഷം അറിയിക്കുക. ലോകമെങ്ങും പോയി സുവിശേഷം പറയാനാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. അതിനാണ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചേക്കുന്നത്. അപ്പം വചനത്തിൽ ഉറപ്പിക്കുക, വ്യക്തിപരമായ പ്രാർത്ഥനയും രക്ഷയും ഉറപ്പാക്കുക. ഇതിൻ്റെ ലക്ഷ്യമാണ്. ഇത് കർത്താവിൻ്റെ സഭയായത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു ഗ്രൂപ്പിൻ്റെ അല്ല. ഇതൊരു ഡിനോമിനേഷൻ്റെ കീഴിലുമല്ല. ഇതിന് തലപ്പത്തൊരു പാസ്റ്ററോ ഒരു റെവറൻഡോ അങ്ങനെ പറയാൻ ആരുമില്ല. പരിശുദ്ധാത്മാവാണ് ഇതിൻ്റെ തലവൻ. ഇത് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നുവോ, എന്ത് പ്രചോദിപ്പിക്കുന്നുവോ, അതാണ് ഈ സെൻറ്ററിലൂടെ മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. റോമർ 12:4-5 ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല താനും.
അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. അപ്പോൾ ശരീരത്തിൻ്റെ ഓരോ അവയവത്തിനും അതിൻ്റേതായൊരു ധർമ്മമുണ്ട്. നമ്മളെ ഈ വെട്ടിക്കളയുന്ന ചെറിയ നഖത്തിന് പോലും അതിൻ്റേതായ പ്രാധാന്യവും ധർമ്മവുമുണ്ട്. അപ്പോൾ ഇവിടെ ചെറിയവനെന്നോ വലിയവനെന്നോ ഒരു വ്യത്യാസവുമില്ല. ക്രിസ്തു സഭയുടെ ശിരസ്സും നമ്മൾ ഓരോരുത്തരും അവൻ്റെ അവയവങ്ങളുമാണ്. ഒരു വർഷം കടന്നുപോയി. ഈ പറൂസ്യ മിനിസ്ട്രീസിൻ്റെ കീഴിലുള്ള ഈ പറൂസ്യ ബൈബിൾ സ്റ്റഡീസ് സെൻറ്റർ ഇവിടെ ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നിട്ട് ഒരു വർഷം കടന്നുപോയി. നമുക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ. വേറെ ഒന്നും നമുക്ക് പറയുവാനില്ല, നമുക്ക് പുകഴുവാനും ഒന്നുമില്ല. നമ്മൾ വന്ന വഴികൾ ഒന്ന് ഓർക്കുകയാണ്. ഇസ്രായേൽ ജനതയെ ചെങ്കടൽ ഭേദിച്ചു കൊണ്ടുവന്നത് പോലെയാണ് കർത്താവ് നമ്മളെ ഈ ആലയത്തിലാക്കിയിരിക്കുന്നത്. പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവ് ആ നടത്തിയ വഴികൾ, പ്രതികൂലങ്ങളിലൂടെ കർത്താവ് ദൈവമക്കളെ കൊണ്ടുപോയ വഴികളെയൊക്കെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അത്ഭുതങ്ങളെന്ന് പറയാനേ കഴിയത്തുള്ളൂ. നമ്മുടെ കർത്താവിന് മാത്രം സാധ്യമായ കാര്യങ്ങളായിരുന്നു അതല്ല. കൂടെ നിന്നവരെ ഓർക്കുകയാണ്, സഹായിച്ചവരെ ഓർക്കുകയാണ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ ഓർക്കുകയാണ്, നമ്മളെ നിന്ദിച്ചവരെ നമ്മൾ ഓർക്കുകയാണ്. ഇവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്കതിനെ കഴിയത്തുള്ളൂ, നമുക്കതിനെ വ്യവസ്ഥയുള്ളൂ. നമ്മുടെ കർത്താവ് പറഞ്ഞേക്കുന്ന അതാണ്. മറിച്ചൊന്ന് ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ നമുക്ക് കഴിയത്തില്ല. കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ സ്വഭാവം എന്ന സ്നേഹമാണ്. ആ സ്വഭാവത്തിനപ്പുറത്തോടെ നമുക്ക് കടന്ന് ചിന്തിക്കാൻ കഴിയത്തില്ല. നമ്മളെ ദ്രോഹിക്കുന്നവരോടും നമുക്ക് ക്ഷമിക്കാനേ നമുക്ക് കഴിയും. നമ്മുടെ കർത്താവ് അതാ ചെയ്തത്. അപ്പം നമ്മളുടെ ഒരു പ്രാർത്ഥന അതൊക്കെയാണ്. ഈ നാട്, ശക്തികുളങ്ങര ദേശം, കൊച്ചമേരിക്ക എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. കൊച്ചമേരിക്ക എന്നാണ് ശക്തികുളങ്ങര അറിയപ്പെടുന്നത്. അത്രത്തോളം അമേരിക്ക, നമ്മുടെയൊക്കെ കൊച്ചിയിലേക്ക് അമേരിക്ക എന്ന് നമ്മൾ സമ്പന്ന രാജ്യം, ഭയങ്കരമായ ഉയർച്ചയിലുള്ള രാജ്യം, ശക്തി, ലോകശക്തി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമുള്ള വരുന്നത് അമേരിക്കയാണ്. കൊച്ചമേരിക്ക എന്നൊരു പേര് വന്ന് അതുപോലെ സമ്പന്നമാക്കിയ രാജ്യമാണ്, ആ പ്രദേശമാണിത്. ബിസിനസ് പരമായിട്ട്, തൊഴിൽപരമായിട്ട്, വിദ്യാഭ്യാസപരമായിട്ട്, സാമ്പത്തികമായിട്ട് എല്ലാം കൊണ്ട് ദൈവം അനുഗ്രഹിച്ച നാടാണിത്. പക്ഷേ നമ്മൾക്ക് ഇവിടുത്തെ പ്രധാനമായതും അവർ കടൽ സമ്പത്തിൽ നിന്നും കൊണ്ടുവന്ന ആ ഒരു സാമ്പത്തിക മേഖലയാണ് ഈ പ്രദേശത്തുള്ളത്. അവിടെ നിന്നും പിന്നെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു ഒരു തലമുറ വിദേശങ്ങളിലേക്ക് ജോലി അന്വേഷിച്ചു പോയി. മിഡിൽ ഈസ്റ്റ് ആയിരുന്നു ആദ്യം, പിന്നെ അത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കായി. അങ്ങനെ 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 പറന്ന് പന്തലിച്ചു പോയി. പക്ഷേ എപ്പോഴും നമ്മുടെ ഒരു ബേസിക് നമ്മുടെ ഒരു സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുന്നത് ഇവിടുത്തെ കടൽ സമ്പത്താണ്. പക്ഷേ പഴയ പോലെ കൊച്ചമേരിക്ക എന്ന് പറയുന്നത് പോലെ പറയത്തക്ക ഒരു സാഹചര്യമല്ല നമുക്കിപ്പോൾ കാണുന്നത് ഇവിടുത്തെ ഈ തൊഴിൽ മേഖലകളിൽ. പണ്ട് നമ്മുടെ പൂർവികർ ഇതെല്ലാം വിശ്വാസത്താൽ നേടിയതായിരുന്നു. ഈ സമ്പദ് വ്യവസ്ഥയും സാമ്പത്തികവും എല്ലാം നമ്മുടെ പൂർവികരുടെ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രം നേടിയതാണ്. അപ്പം നമുക്കറിയാം, ഇവിടെ ശക്തികുളങ്ങരയ്ക്ക് ഒരു ആലയമുണ്ട്. പൂർവികരുണ്ടാക്കിയതാണ് അത്. അന്ന് എഞ്ചിനീയർമാരോ ആർക്കിടെക്റ്റുകളോ ഒന്നുമില്ല. അവരവരുടെ വിശ്വാസത്തിൻ്റെ പുറത്ത് പണിതുയർത്തതാണ്. അത്രത്തോളം സ്ട്രോങ് ആയിരുന്നു, അത്രത്തോളം കണക്കുകൂട്ടലുകളായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കൊരു ചെറിയ വീട് വെക്കണമെങ്കിൽ നമ്മൾ എത്ര എഞ്ചിനീയറെ കാണും, എത്ര ആർക്കിടെക്റ്റിനെ കാണും, എത്ര രൂപ ചിലവാക്കും. പക്ഷേ നമ്മുടെ പൂർവികരെല്ലാം അവരൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് കെട്ടിപ്പടുത്തുയർത്തിയാണ് അതെല്ലാം. പക്ഷേ ആ വിശ്വാസത്തിനെല്ലാം ഇപ്പം ഒരു ക്ഷയം വന്നിരിക്കുന്നു, നമുക്ക് കാണാൻ കഴിയും. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വിശ്വാസ പാരമ്പര്യത്തിൽ നിന്ന് നമ്മളൊക്കെ ഇപ്പം വെറും പാരമ്പര്യത്തിലേക്കും ആചാരത്തിലേക്കും ഒക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലനം എല്ലാ മേഖലകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇല്ല എന്ന് പറഞ്ഞാലും കണ്ണടച്ച് നമുക്ക് ഇരുട്ടാക്കാൻ കഴിയത്തില്ല. നമ്മൾ മുന്നിൽ കാണുന്നതാണ്. നമ്മുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ അവരനുഭവിക്കുന്ന ആ ഒരു മേഖലകളും വഴികളൊക്കെ നമ്മൾ കാണുകയാണ്. പാരമ്പര്യങ്ങളും ആചാരങ്ങളും ബലപ്പെട്ടപ്പം വിശ്വാസം ക്ഷയിച്ചു പോയി. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ ദേശത്തിന് വേണ്ടി ഓരോ വ്യക്തികൾ നേരെയായാൽ, വ്യക്തികൾ ശരിയായാൽ, വ്യക്തികൾ രക്ഷപ്പെട്ടാൽ കുടുംബം രക്ഷപ്പെടും. കുടുംബങ്ങൾ രക്ഷപ്പെട്ടാൽ ആ ദേശം രക്ഷപ്പെടും. നമ്മുടെ പ്രാർത്ഥന അതാണ്. നമ്മളിവിടെ ചെയ്യുന്നതും അത് തന്നെയാണ്.
ഇവിടെ നമ്മൾ ഈ ആലയത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ദേശത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. തൊഴിൽ മേഖലകൾ ശക്തിപ്പെടണം. അതിന് നമ്മൾ ദൈവത്തിലേക്ക് തിരിയണം. പ്രകൃതിയും കടലും കരയും ആകാശവും എല്ലാം നമ്മുടെ കർത്താവിൻ്റെ കൈക്കീഴിലാണ്. അവൻ്റെ നിയന്ത്രണത്തിലാണെല്ലാം. അവനോട് ഒട്ടി നിന്നാൽ നമ്മൾ ചോദിക്കുന്നതിനും അപ്പുറം തരാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. പക്ഷെ എത്ര പേരിത് മനസ്സിലാക്കുന്നു? നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ദേശത്തെ സാമ്പത്തിക വ്യവസ്ഥ, ദേശത്തെ തൊഴിൽ മേഖലകൾ ഇതൊക്കെ മെച്ചപ്പെടണം. എല്ലാവരും രക്ഷപ്പെടണം, രക്ഷയിലേക്ക് വരണം, സത്യദൈവത്തെ ആരാധിക്കണം. നമുക്കറിയാം, ഏക മധ്യസ്ഥൻ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിലൂടെ മാത്രമേ നമുക്കെല്ലാം സാധ്യമാവുകയുള്ളൂ. ആ ഒരു ബോധ്യത്തോടെ പ്രാർത്ഥിച്ചാൽ, അപേക്ഷിച്ചാൽ നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. നമ്മുടെ ദേശത്തിലെ എല്ലാ മക്കളെയും കുടുംബങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധനയിൽ ഒരു വിടുതലുണ്ടാവട്ടെ. ആരാധിക്കുമ്പോൾ നമുക്കറിയാം, ബന്ധനം അഴിയും, കെട്ടുകൾ പൊട്ടും, സൗഖ്യങ്ങൾ വ്യാപരിക്കും. ഈ ദേശത്ത് ഒരു പുതിയ തുടക്കമാവട്ടെ. പ്രാർത്ഥനയിലൂടെയുള്ള, നമ്മുടെ കർത്താവിലൂടെയുള്ള ഒരു പുതിയ വെളിപ്പെടലാകട്ടെ. നമ്മുടെ തൊഴിൽ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ യുവജനങ്ങൾ, നമ്മൾ ഓരോരോ ഇതെല്ലാം വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് ഓരോ ദിവസവും യുവജനങ്ങളെപ്പറ്റി. എല്ലാവരും ദൈവത്തിൽ നിന്ന് അകന്നകന്ന് പോകുന്തോറും ഒരു യുവജനങ്ങളുടെ ആ ഒരു തലമുറ തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാൽ സാധ്യമാകാത്തത് ഒന്നുമില്ല. നമ്മുടെ ഓരോരുത്തരുടെ ലൈഫ് അത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ലൈഫാണ് നമ്മുടെ ടെസ്റ്റ് മണി, നമ്മുടെ സാക്ഷ്യം നമ്മുടെ ജീവിതം തന്നെയാണ്. നമുക്ക് വേറെ ഒന്നും പറയാനില്ല, നമ്മളെ തന്നെ കാണിച്ചു കൊടുക്കാനേ നമുക്കുള്ളൂ. പിന്നെ നമുക്ക് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിനെ അറിഞ്ഞ്, ക്രിസ്തുവിനെ അറിഞ്ഞ് അവനിലൂടെ ജീവിക്കുന്ന ഒരു പുതിയ തലമുറ, ഒരു പുതുക്കം ചെന്നൊരു തലമുറ ഈ ദേശത്തുണ്ടാകണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നന്ദി പറയാം. ഈ ഒരു വർഷക്കാലം നമ്മളെ നടത്തിയ വഴികളെയൊക്കെ ഓർത്ത് നന്ദി പറയാം. നമുക്ക് നന്ദി പറയാൻ മാത്രമേ കഴിയൂ. നമുക്കതിനെ വ്യവസ്ഥയുള്ളൂ. സങ്കീർത്തനങ്ങൾ 126:3 ഈ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉറവിടമാണ്. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറഞ്ഞ സ്തോത്രം. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളിൽ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കും. അതെ, നമ്മൾ സന്തോഷിക്കുകയാണ്. ഈ കഴിഞ്ഞ ഒരു വർഷം യഹോവ നമുക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങളെ ഓർത്ത് നമ്മൾ സന്തോഷിക്കുകയാണ്, നന്ദി പറയുകയാണ്. നമുക്ക് തന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും കഷ്ടതകളിൽ കൃപയുടെ കരം പിടിക്കാൻ അനുവദിച്ചതിനും നമുക്ക് യഹോവയോട് നന്ദി പറയാം. നമുക്ക് സ്നേഹമുണ്ട് കർത്താവിനോട്. എബനേസർ, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. ശമൂവേലിൻ്റെ 7:12 വാക്യമാണ്. ആ വചനത്തിൽ പറയുന്നത് പോലെ പറുസ്യ മിനിസ്ട്രീസിൻ്റെ കീഴിലുള്ള ഈ ബൈബിൾ സ്റ്റഡീസിൻ്റെ തുടക്കം മുതൽ ഇന്നത്തെ ഈ കൃപാസമൃദ്ധമായ ഈ ദിവസത്തേക്ക് എത്തിച്ച ആ ദൈവത്തിൻ്റെ ആ മഹത്വത്തോടെ ഞങ്ങൾ നിങ്ങളെ ഏവരെയും ഹൃദയം നിറഞ്ഞ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ചിരുന്ന് ആരാധിക്കാം. ഈ 1-ാം വാർഷികം ദൈവം നമ്മളുടെ കരം പിടിച്ചിന്നിവിടെ ആഘോഷിക്കുമ്പോൾ, അതിന് നമ്മൾ അനുവദിച്ചപ്പോൾ, ഈ കഴിഞ്ഞ ഒരു വർഷം അതിലൊതുങ്ങാത്ത അനുഗ്രഹങ്ങളുടെ, പരീക്ഷണങ്ങളുടെ, തിരിച്ചറിയലുകളുടെ, ജയം കൊണ്ടതായ വഴികളുടെ, ദൈവിക ഇടപെടലുകളുടെ ഒരു വർഷമാണ് കടന്നുപോയത്. ദൈവം തുടക്കം മുതലേ നമ്മെ നയിച്ചിരിക്കുന്നു, നമ്മളെ നയിച്ചുകൊണ്ടേയിരിക്കുന്നു. ആവർത്തനം 1:31 ഇപ്രകാരം പറയുന്നുണ്ട്: ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്തെത്തുവോളം നടന്ന എല്ലാ വഴിയിലും നിങ്ങൾ ദൈവമായ യഹോവ നിങ്ങളെ വഹിച്ചു. സ്തോത്രം കർത്താവേ. ഈ പറുസ്യ ബൈബിൾ സ്റ്റഡീസ് സെൻറ്റർ ഇവിടെ ആരംഭിച്ച സമയത്ത് അതിൻ്റെ ദൗത്യവും ദർശനവും ഒക്കെ ദൈവം നമ്മിൽ വെച്ചു തന്നു. മനുഷ്യശക്തിയല്ല, സാങ്കേതികതയല്ല, സാമ്പത്തികമല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് നമ്മൾ ഇതുവരെ നയിച്ചത്. ഒരു വ്യക്തിക്കും ഇവിടെ പുകഴാനൊന്നുമില്ല, ആർക്കുമില്ല. എല്ലാം കർത്താവിൻ്റെ ദയയും കൃപയും. സ്തോത്രം കർത്താവേ. ദൈവവചനത്വമാണ് നമ്മുടെ അടിസ്ഥാനം. അതിന് മേളിൽ വേറൊരു അടിസ്ഥാനവും നമുക്കില്ല. നാം പറയുന്നത് ഏതെങ്കിലും ഒരു മതസംഘടനയുടെ നേട്ടമല്ല ഇവിടെ പറയുന്നത്. ഈ അനുദിന കാഴ്ചകളിലൂടെ ദൈവം നമ്മെ പഠിപ്പിച്ചത് ഒരേ ഒരു സത്യം മാത്രമാണ്. റോമർ 1:16 നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അതും രക്ഷയ്ക്കായി ദൈവശക്തിയാവുന്നുവല്ലോ. പറുസ്യ മിനിസ്ട്രീസ് എന്നത് സുവിശേഷത്തിൻ്റെ ശുദ്ധതയാണ്, ഒരു വിശുദ്ധതയുടെ ജീവിതമാണ്. ശാരീരികവും ആത്മീയവുമായ വിടുതൽ,
പ്രാർത്ഥനയിലൂടെയും വചനത്തിലൂടെയും ദൈവബന്ധം സ്ഥാപിക്കൽ എന്നിവയിലൊക്കെ കേന്ദ്രീകരിച്ചുള്ള ഒരു ദൈവിക ദൗത്യമാണ് ഈ സെൻറ്ററിൻ്റെ ലക്ഷ്യം. ദൈവ ഇടപെട്ട അത്ഭുതങ്ങളെയൊക്കെ നമുക്ക് ഓർക്കാം. ഈ ഒരു വർഷം നിരവധി സാക്ഷ്യങ്ങൾ നമ്മൾ കണ്ട് കേട്ട് അനുഭവിച്ചു. ബന്ധനങ്ങളിൽ നിന്നും മോചനം, രോഗങ്ങളിൽ നിന്നും വിടുതൽ, നിരാശയുടെ ആഴത്തിൽ നിന്നും വലിയ വലിയ ഉണർവുകൾ, പ്രാർത്ഥനയുടെ വിളികൾക്ക് ലഭിച്ച ഉത്തരങ്ങൾ, തിരിച്ചറിവുകൾ, മാനസാന്തരങ്ങൾ, അങ്ങനെ എത്ര എത്ര സാക്ഷ്യങ്ങൾ നമ്മൾ കണ്ടും കേട്ടും പോയി കഴിഞ്ഞ ഒരു വർഷം. സങ്കീർത്തനം 126:3 അത് നമുക്കുള്ളതാണ്. ഈ ആരാധനയിൽ യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ. ഈ ആരാധനയിൽ ഇന്ന് നടക്കുന്ന ഈ ആരാധന നമുക്ക് ദൈവത്തോട് നന്ദി അറിയിക്കേണ്ടതിന് നിരവധി കാരണങ്ങളുണ്ട്. ഈ ദൗത്യത്തിനായി ദൈവം നമ്മെ തെരഞ്ഞെടുത്തതിന്, ഈ വിശ്വാസികളെല്ലാവരും ഒരുമിച്ച് കൂട്ടിയതിന്, ദൈവവചനത്തിൻ്റെ വ്യാപനത്തിന്, ശാരീരിക ആത്മീയ ഉണർവുകൾക്കും വിടുതലുകൾക്കും, എല്ലാറ്റിലുപരി വലിയ വലിയ വിശ്വാസ പ്രവൃത്തികളുടെ ആരംഭത്തിന്, ഇതിനെല്ലാം നമുക്ക് നന്ദി പറയാനുണ്ട്. 1 തെസ്സലോനിക്കർ 5:18 പ്രകാരം പറയുന്നു, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. കർത്താവെ, നന്ദി അർപ്പിക്കുകയാണ് ഞങ്ങൾ സർവശക്തനായ യഹോശുവയ്ക്ക്, എല്ലാത്തിനും കാരണഭൂതനായ സർവശക്തനായ യഹോശയ്ക്ക് മാത്രം നന്ദി. ഈ ദൗത്യത്തിൽ സ്നേഹത്തോടെ കഠിന പ്രവർത്തനം ചെയ്ത എല്ലാവർക്കും നന്ദി. ആരെയും പേരെടുത്ത് പറയുന്നില്ല. ഏതെങ്കിലും ഒരു പേര് വിട്ടുപോയാൽ എനിക്കത് വിഷമമാകും. അതുകൊണ്ട് ആരെയും പേരെടുത്ത് പറയുന്നില്ല. ആത്മീയ ഗുരുക്കന്മാർക്ക്, സഹപ്രവർത്തകർക്ക്, സാമ്പത്തികമായി സഹായിച്ചവർക്ക്, വിശ്വാസ സമൂഹത്തിന്, പ്രാർത്ഥനയിൽ ഓർത്തവർക്ക്, ഒരു പ്രാവശ്യമെങ്കിലും ഈ ആലയത്തെ ഓർത്ത് പ്രാർത്ഥിച്ചവർക്ക്, തണലായി നിന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ദൈവനാമത്തിൽ നന്ദി പറയുകയാണ്. ഹെബ്രായർ 6:10 പ്രകാരം പറയുന്നുണ്ട്, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതി ഉള്ളവനല്ല. നമ്മുടെ കർത്താവ് എണ്ണുന്നുണ്ട്. നമ്മുടെ ഓരോ പ്രവൃത്തികളും അവൻ എണ്ണുന്നുണ്ട്. ഇനി എവിടെയാണ് മുന്നോട്ടുള്ള ദൗത്യം? എന്താണ്? യോഹന്നാൻ 4:35, നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണാം. സ്തോത്രം കർത്താവേ, ഇത് അവസാനമല്ല, ഇതൊരു തുടക്കമാണ്. ഒരു പുതിയ തുടക്കമാണിത്. കഴിഞ്ഞ ഒരു വർഷം അതിനിയില്ല, നമ്മുടെ പിക്ചറിലില്ല. ഇത് പുതിയ തുടക്കമാണ്. ദൈവം നമ്മെ പല ഭാഗങ്ങളിലേക്കും അയക്കുവാനായിട്ട്, പലരെ ഉയർത്തുവാനായിട്ട്, പുതിയ നിലയിലേക്കുള്ള ഒരു വിളക്ക്, ഒരു വിളിക്കും കർത്താവ് ഒരുക്കിയിരിക്കുകയാണ്. നമുക്ക് ദൈവത്തിൻ്റെ കാൽപ്പാടുകൾ വിശ്വസ്തരായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സമയമാണ് ഇനിയുള്ളത്. സങ്കീർത്തനം 100:4 പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ, അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ. ഈ കൂടിച്ചേരൽ ദൈവം ഒരുക്കിയതാണ്. ഇത് മാനുഷികമായിട്ടുള്ളതല്ല. എവിടെയൊക്കെയോ ആയിരുന്ന നിങ്ങളെല്ലാവരെയും ഇവിടെ ദൈവനാമത്തെ ഒരുമിപ്പിച്ചത് അത് ദൈവിക പ്രവൃത്തിയാണ്. ദൈവം അനാദിയിലെ കണ്ടതാണ്. ഇന്ന ദിവസം ഇന്നയിടത്തുനിന്നും ഇന്ന ആളുകൾ ഈ ആലയത്തിൽ ഒത്തുകൂടിയിരുന്ന ദൈവത്തെ ആരാധിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതൊരു മനുഷ്യശക്തിക്കും അതിന് തടസ്സം വരുത്താൻ സാധിക്കുന്നതല്ല. മുന്നോട്ടുള്ള ദൗത്യങ്ങൾക്ക് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. അവൻ്റെ കൃപയ്ക്കും സമാധാനത്തിനും സ്നേഹത്തിനുമായിട്ട് നമുക്ക് യാചിക്കാം. പുതിയൊരു ദിവസം, ഇനി വരുന്ന ദിവസങ്ങൾ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ദേശത്തെ ഒരിക്കൽ കൂടി കർത്തൃകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ദേശത്തിൻ്റെ വിടുതൽ, ദേശത്തിൻ്റെ രക്ഷ, ദേശത്തിൻ്റെ സമ്പൽ സമൃദ്ധി, അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ടുഡേ ഈസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദി റെസ്റ്റ് ഓഫ് അവർ ലൈഫ്. ഇന്നത്തെ ദിവസം എൻ്റെ ശേഷിച്ചുള്ള ദിവസങ്ങളുടെ ആയുസ്സിൻ്റെ ആദ്യത്തെ ദിവസമാണ്. നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ജീവിക്കാം. ഓരോ ദിവസവും പുതിയതാണ്. കർത്താവിൽ പുതുക്കം ചെന്ന് പുതിയ സ്നേഹത്തിൽ നമുക്ക് മുന്നേറാം. എല്ലാവരും അങ്ങനെ ചിന്തിച്ചാൽ കഴിഞ്ഞു പോയത് പോയി. ടുഡേ ഈസ് ദ ഫസ്റ്റ് ഡേ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്. അങ്ങനെ ആവട്ടെ. വന്ന ഇന്ന് ആരാധനയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ആരാധന ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് നന്ദി പറയുന്നു, ദൈവിക സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ആരും ഇന്ന് വന്നവരാരും വെറും കൈയോടെ ഇവിടുന്ന് പോകുമെന്ന് പോകത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്.
കാരണം നമ്മൾ അനുഭവിക്കുന്ന ദൈവിക സമാധാനം, ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസ്. അതുകൊണ്ട് വന്നവരാരും ഇന്ന് വെറുതെ പോകത്തില്ല. വിടുതൽ വേണ്ടവർക്ക് വിടുതൽ, സൗഖ്യം വേണ്ടവർക്ക് സൗഖ്യം, സമാധാനം വേണ്ടവർക്ക് സമാധാനം. നമ്മുടെ കർത്താവ് തരുവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. നമുക്ക് സ്വീകരിച്ചാൽ മാത്രം മതി. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ വന്നതിന് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ചിരുന്ന് നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. നമുക്ക് വേണ്ടി പാസ്റ്റർ സിജോ കുഞ്ഞുമോൻ ആണ് നമുക്കിവിടെ വർഷിപ്പ് ചെയ്യുന്നത്. കൊട്ടാരക്കര സ്വദേശിയാണ്. 2006 മുതൽ കർത്തൃവേല ചെയ്യുന്നു. ഇപ്പോൾ നല്ലില ചർച്ച് ഓഫ് ഗോഡിലെ പാസ്റ്ററാണ്. ഞാനുമായിട്ട് നല്ല പരിചയമുള്ള പാസ്റ്ററാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പാസ്റ്റർ ഇവിടെ ആരാധിക്കുന്നു. നല്ല പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസ് നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഇത് തീരുവോളം ആ ഒരു പ്രസൻസ് നമ്മളെല്ലാവരിലും ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ നമുക്കിവിടെ ബൈബിൾ സ്റ്റഡി നമുക്കിവിടെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല പല ദിവസങ്ങളിൽ നമ്മൾ ഓരോരോ സെഷൻസായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ സുനിൽ പാസ്റ്റർ ഇവിടെ ഉണ്ട്. ശൂരനാടുള്ള സുനിൽ പാസ്റ്ററും ഇവിടെ ഉണ്ട്. ഞാൻ ഇല്ലാത്തപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത് സുനിൽ പാസ്റ്ററാണ്. എന്താവശ്യത്തിനും പാസ്റ്റർ ഉണ്ടായിരിക്കും ഇവിടെ. പാസ്റ്ററെ ഞാൻ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് സർവ്വമഹത്വവും സർവശക്തനായ ഹോശയ്ക്ക് മാത്രം കരയറ്റുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.